ഹായ്, വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. നമ്മളെല്ലാ മലയാളികളെയും പണ്ടത്തെ ആൾക്കാരായാലും ശരി, ഇപ്പോഴത്തെ ആൾക്കാരായാലും ശരി, എല്ലാ ജനറേഷനെയും ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന ഒരു സീൻ ഓർമ്മയുണ്ടോ? വെള്ളാനകളുടെ നാട്ടിലെ പപ്പുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്നത്. പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും, ആ സീനുകൾ നമ്മുടെ മുമ്പിൽ വരും അല്ലേ? ഇതൊരു ഫ്രേസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഫ്രേസിനെ ഒന്ന് എടുത്തൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാറില്ലേ? ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് നമ്മൾ നമ്മുടെ ഓഫീസിലും ഉപയോഗിക്കാറുണ്ട്, വീട്ടിലും ഒക്കെ നമ്മൾ ഈ ഫ്രേസ് ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ ഈ പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരുപാട് നെഗറ്റീവുകൾ ഉണ്ടാക്കും. അതായത് ഇത് കേട്ട് വിശ്വസിച്ചവർ മോഹൻലാലിൻ്റെ പൊസിഷനിലെത്തും. അതായത് അവർക്ക് മാനനഷ്ടവും ധനനഷ്ടവും ഒക്കെ സംഭവിക്കും. ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ പറയാം, ഞാൻ ചില സമയത്ത് ഞാനും ഉപയോഗിക്കുന്ന ഒരു ടേം തന്നെയാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പായസം ഉണ്ടാക്കാമെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ടോ? പിന്നെ എല്ലാം ഉണ്ട്. സേമിയ ഉണ്ട്, പഞ്ചസാരയുണ്ട്, പാലുണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. വൈകുന്നേരം ഇത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും രാവിലെയൊക്കെ വൈകുന്നേരം ചെന്നാൽ പായസം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ഇവരൊക്കെ ഇരിക്കുന്നുണ്ടാവും. വൈകുന്നേരം തിരിച്ച് വരുന്ന സമയത്ത് നമ്മളോട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ വെച്ചാൽ നമ്മൾ പറയും, ഒന്നും എനിക്ക് വയ്യ, നല്ല ക്ഷീണമായിരുന്നു, ഓഫീസിൽ നല്ല തിരക്കായിരുന്നു, നല്ല ഇതായിരുന്നു, നാളെ ഉണ്ടാക്കി തരാം എന്ന് പറയും. നാളെ ഉണ്ടാക്കി കൊടുക്കുമോ? ഇല്ല, നാളെ ഉണ്ടാക്കി കൊടുക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ ആ പപ്പുവിൻ്റെ അതേ പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ തല്ലാൻ ആളില്ല എന്ന് മാത്രമേ ഉള്ളൂ, വ്യത്യാസമുള്ളൂ. കാരണം നമ്മളുടെ അടുത്തുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ പറയില്ലേ, നമുക്ക് ആ കുറേ നല്ല സ്വഭാവങ്ങളുണ്ട് എനിക്ക് എന്നൊക്കെ പറയുന്നത്, എനിക്ക് സ്നേഹിക്കാൻ അറിയാം, ഞാൻ അധികം മറ്റുള്ളവരൊന്നും ദ്രോഹിക്കാറില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ നല്ല സ്വഭാവങ്ങൾ നമ്മൾ ട്രഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ബാങ്ക് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത് അതൊരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അവിടെ കുറയും, നമ്മുടെ ക്യാരക്ടറിൽ നമ്മുടെ ക്യാരക്ടർ ഒന്ന് ഇടിയും എന്നാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ശരിയാക്കി തരാം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മളത് പിന്നെ 2 ദിവസം കഴിഞ്ഞുണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞുണ്ടാക്കി തരാം എന്ന് പറയുന്നത്. ഇത് കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ റിപ്പയറിനൊക്കെ ചിലർ നമ്മളോട് പറയും ഒരു 10 മിനിറ്റ് മതി എന്ന് പറയും. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പറയും കുറച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരുമോ എന്ന് പറയും. അപ്പം നമ്മളാ നിന്ന 10 മിനിറ്റ് എന്തായി? വെറുതെ. വിശ്വാസം നഷ്ടപ്പെടും. ഇതിപ്പോൾ നമ്മൾ 2 സൈഡിലും നോക്കിക്കോളൂ. ഇതിപ്പോൾ പറഞ്ഞ നമ്മളുടെ വിശ്വാസം എന്തായാലും നഷ്ടപ്പെട്ടു. ഇത് കേട്ടിരുന്നവരോ, ഇതിനെ വിശ്വസിച്ചിട്ട് ഇത് കേട്ടിരുന്ന മോഹൻലാലിൻ്റെ ടീം പോലെ ആ സൈഡിലത്തെ ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മൾ ചിലപ്പോൾ ഓഫീസിലാവാം, ചിലപ്പോൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് വെച്ചാൽ അവരിതിന് വേണ്ടി കാത്തിരുന്ന് അവർ മുഷിയും. പിന്നെ അവരെ വിശ്വസിക്കില്ല. എപ്പോഴും നമ്മളെ ഏത് ടാഗിലേക്കാണ് കൊണ്ടുവന്നിടുക? അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു ടാഗിൽ നമ്മളെ കൊണ്ടുപോയി ഇടും. നമുക്ക് എന്തായാലും അതിലേക്ക് പോകണ്ടല്ലോ. നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പറ്റുമെന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കാം. ഇനി നമ്മൾ ചില സമയത്ത് നമുക്ക് സംഭവിക്കാം, അതൊക്കെ വളരെ കുറവ്, റെയറസ്റ്റ് ഓഫ് ദി റെയർ എന്ന് പറയും. ഇപ്പോൾ പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, അന്നിപ്പോൾ അത് ശരി വയ്യാണ്ടയായി, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് റെയറസ്റ്റ്, എപ്പോഴും ഒന്നും അതുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ശീലമുണ്ട്, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ശരിയാക്കി കൊടുക്കാത്ത അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാത്ത ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം? നമുക്കതൊന്ന് കുറയ്ക്കണം. കാരണം അത് നമ്മുടെ നമ്മളെ വിശ്വസിക്കില്ല പിന്നെ ആരും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പണിക്കൊക്കെ നമ്മൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് പറയും, ഞാൻ ഇപ്പോൾ വരാം, 2 ദിവസത്തിനുള്ളിൽ വരാം. അപ്പം നമ്മൾ ആ 2 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ആളെ കാണാതെ ആകുമ്പോൾ പിന്നെ അവർ നമ്മളോട് പറയണം, അല്ലല്ല ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ എത്രയൊക്കെ ആയാലും അവിടെ വിശ്വാസം എന്നുള്ളത് എന്താവും? ബ്രേക്ക് ആവും. നമുക്ക് പറ്റുന്ന പോലെ 4 ദിവസം കഴിഞ്ഞ് വരാം എന്ന് തുടക്കം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ചെറിയൊരു വാക്കാണെങ്കിലും അതൊരു വലിയ മെസ്സേജ് തന്നെയാണ് ആ സിനിമയിൽ അത് വന്നത്. അത് വളരെ തമാശയായിട്ടാണെന്ന് പോലും നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുമെന്ന് പറയാം. പിന്നെ വല്ലപ്പോഴും ഒരിക്കലൊന്നും ഉപയോഗിച്ചുകൊണ്ട് തെറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ശരിയാക്കി തരാം എന്നുള്ള വേർഡുകൾ പറയുന്ന സമയത്തും ഫ്രേസസ് ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ചിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് എഴുതും വേണം. ബൈ.